ഇപ്പോൾ പ്രതിരോധ വിദഗ്ധൻ ബ്രിഗേഡിയർ ഡോക്ടർ മോഹനൻ പിള്ള ചേരുന്നുണ്ട്. ഡോക്ടർ മോഹനൻ പിള്ള, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ഇന്ത്യ ഭയക്കുന്നുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. കാരണം ഇപ്പോൾ UN സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട്. ഇന്ത്യ ആക്രമിക്കുമെന്നുള്ള ഒരു കാര്യം വ്യക്തമായി. അതിനാൽ UN സഹായം അഭ്യർത്ഥിക്കുന്നു. എങ്ങനെയായിരിക്കും ഇനി തുടർന്നുള്ളൊരു നീക്കം UN ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുക? ഞാൻ വിഷ്വലൈസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവര് പരിഭ്രാന്തി കൊണ്ട് നടക്കുവാണ്. അതുപോലെ തന്നെ അവർക്ക് ഈ നരഹത്യയിൽ ഒരു റോളും ഇല്ല എന്ന് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ അപ്രൈസ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നു. ഏത് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയെ ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കാമെന്ന് അവർ പറയുന്നു. അതിനിടയ്ക്കാണ് നമ്മൾ ഈ ഹീനകൃത്യം നടത്തിയ ടെററിസ്ഥാനിൽ നിന്നെത്തിയ ഈ അവരുടെ സൈനികരോ ടെററിസ്റ്റോ അവരെ ജീവനോടെ തന്നെ പിടികൂടണം എന്നൊരു വാശി. അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷൂട്ട് അറ്റ് സൈറ്റ് തന്നെ ആയിരിക്കും എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ബട്ട് അവരെ ജീവനോടെ പിടികൂടിയെങ്കിലേ വി ക്യാൻ ഗീവ് എ സോളിഡ് എവിഡൻസ് ടു ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ടു ക്ലെയിം ദെയർ ക്ലെയിം അബ്സല്യൂട്ട്ലി നോൺസെൻസ് ആൻഡ് ഫോൾസ്. അപ്പം അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ അവര് ഈ എല്ലാ ഓപ്ഷൻസിനും ഓടി നടക്കുവാണ്. നെയ്ബേഴ്സിനെ കൂട്ടുപിടിക്കുന്നു. ഓഫ് കോഴ്സ് ചൈന പറയുന്നുണ്ട് അവരെ ഹെൽപ്പ് ചെയ്യാമെന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് നോർമലി പറയുന്നു എന്നുണ്ടെങ്കിലും ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഒന്നും ഒരിക്കലും ചൈനയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട ഒന്ന്. രണ്ടാമത് UN സെക്യൂരിറ്റി കൗൺസിലിൽ അവർ പ്രമേയം കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഒരു മീഡിയേഷനോ സംയമനം പാലിക്കണമെന്നോ ഒക്കെയുള്ള ഓരോ വാക്കുകൾ അല്ലെങ്കിൽ ഓരോ രാജ്യങ്ങൾ നിങ്ങൾ സംയമനത്തോടെ, അത് സ്വാഭാവികമാണല്ലോ, സംയമനത്തോടെ കാര്യങ്ങൾ തീരുമാനിക്കണം എന്നുള്ളത്. അവിടെ നമ്മൾ എടുക്കേണ്ട പോളിസി, നമ്മുടെ ഹോംവർക്ക് എന്താ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാർ ഓൺ ടെറർ എന്നുള്ള ഈ ഇന്റർനാഷണൽ കൺസെപ്റ്റ് യുനാനിമസ് ആയിട്ട് എൻ്റയർ വേൾഡ് കമ്മ്യൂണിറ്റി അഗൈൻസ്റ്റ് അതിൽ പിടിച്ചുകൊണ്ട് അതിൽ ഊന്നൽ നൽകിക്കൊണ്ടായിരിക്കണം നമ്മുടെ മൂവ്മെന്റ്സ് പോകേണ്ടത്. ഇവിടെ ഇപ്പോൾ ഐബോൾ ടു ഐബോൾ എന്ന് പറഞ്ഞ മാതിരി ബോർഡറിൽ നല്ല ടെൻഷനാണ്. അവർ മൊബിലൈസ് ചെയ്തു, നമ്മൾ മൊബിലൈസ് ചെയ്തു. എനിത്തിങ് ക്യാൻ ഹാപ്പൻ അറ്റ് എനി ടൈം. രണ്ട് രാജ്യങ്ങളും സുസജ്ജമാണ്. എവിടെ ആര് എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അതങ്ങനെ കുറച്ച് ടൈം ഉണ്ടാവും. ഇതിനു മുമ്പും ഓപ്പറേഷൻ പരാക്രം എന്ന് പറഞ്ഞ് മൊബിലൈസ് ചെയ്ത് ഒരു 6 മന്ത്സോളം ഇന്നുണ്ടാവും അറ്റാക്ക്, നാളെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇരുന്നതാണ്. അന്നത്തെ സമയത്ത് പ്രധാനമന്ത്രി വാജ്പേയി വന്ന് ബോർഡറിൽ ട്രൂപ്സിനെ അഡ്രസ് ചെയ്യുകയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്താണ്. ഇന്നല്ലേ നാളെ, അതായത് കാർഗിലിന് ശേഷമുള്ള സംഭവമായിരുന്നു പരാക്രം. അതായത് ഈ സമീപകാലങ്ങളിൽ ഉണ്ടായതിൽ ഏറ്റവും വലിയൊരു മൊബിലൈസേഷനാണ്, ട്രൂപ്സിന്റെ മൊബിലൈസേഷനാണ് ഓപ്പറേഷൻ പരാക്രം എന്നുള്ള രീതിയിൽ നടത്തിയത്. അപ്പൊ ഇത് മൊബിലൈസ് ചെയ്യുന്നത് ഓഫ് കോഴ്സ് യുദ്ധത്തിന് ആയിട്ട് തന്നെ ആവാം, പക്ഷെ അതിന് ഒരു ബെനിഫിറ്റ് കൂടിയുണ്ട്. അതായത് ട്രൂപ്സിന്റെ പ്രിപ്പയർഡ്നെസ് ചെക്ക് ചെയ്യുകയും അതുപോലെ തന്നെ മൊബിലൈസ് ചെയ്ത് നിർത്തുകയും ചെയ്താൽ ഏത് ഇവഞ്ച്വാലിറ്റീസിനെയും ഫേസ് ചെയ്യാൻ നമ്മൾ തയ്യാറാണെന്നുള്ള രീതിയിൽ ആ കേപ്പബിലിറ്റി അസസ് ചെയ്യാനും കൂടെയുള്ള ഒരു സിറ്റുവേഷനാണിപ്പം ഒന്ന്. അതുപോലെ തന്നെ ഇത് കാണുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുൾ ഫ്ലെഡ്ജ് വാർ എന്ന് ഉണ്ടാവരുത് എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹമെങ്കിൽ പോലും ലിമിറ്റഡ് വാർ എന്നുള്ള രീതിയിൽ ഇനിയും പോയി കഴിയുമ്പോൾ അതിന്റെ മാനങ്ങൾ പലതായിരിക്കും. ഇങ്ങനെ ചെറിയ രീതിയിൽ തുടങ്ങുന്നതാവാം അത് എസ്കലേറ്റ് ചെയ്യുന്നത്. ഒരിടത്ത് തുടങ്ങി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അവിടം വരെ ആകാവൂ എന്ന് പറഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടാനുള്ള ഒരു സിറ്റുവേഷൻ വരില്ല. കാര്യം പിന്നെ അത് കണ്ടിന്യൂ ചെയ്യുകയാണ് പതിവ്. അതുകൊണ്ടാണ് നമ്മൾ ഈവൻ ഉറി അറ്റാക്കിലും അല്ലാതെ ബാക്കിയുള്ള മേജർ ടെററിസ്റ്റ് അറ്റാക്കുകൾ നമ്മൾ കണ്ടപ്പോൾ തിരിച്ച് നമ്മൾ പോയിന്റ് ഐഡന്റിഫൈ ചെയ്ത് ടാർഗറ്റ് സെലക്ട് ചെയ്ത് ഹിറ്റ് ചെയ്തത്, നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് ആയാലും ബാലാക്കോട്ട് ആണെങ്കിലും ഒക്കെ ചെയ്തത്. അത് ദെൻ ആൻഡ് ദെയർ ഇറ്റ്സ് എ മാറ്റർ ഓഫ് 1 hour, ഹാഫ് ആൻ അവർ അതിന്റെ കാര്യങ്ങൾ തീർത്തു വന്നു എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ ഇനിയും വരാൻ പോകുന്ന സ്ഥിതി അതായിരിക്കില്ല. അതിന്റെ കാരണം അവർ തന്നെയാണ് ഒരു മൊബിലൈസ് ആദ്യം ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട്. അവരിതിന്റെ വർക്ക് ചെയ്തതിന് ശേഷമാണ്, അവരുടെ ചീഫിന്റെ ഹോംവർക്കാണിത്, അങ്ങേര് ഇതെല്ലാം വർക്കൗട്ട് ചെയ്തതിന് ശേഷമാണ് ടെററിസ്റ്റിനെ കൊണ്ട് ഈ നമ്മുടെ ടൂറിസ്റ്റുകളെ അറ്റാക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പം അവരത് വെൽ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ ബാലാക്കാട്ടും പോലെയുള്ള അറ്റാക്ക് അല്ലെങ്കിൽ സർജിക്കൽ സ്ട്രൈക്ക് വലിയ ഫലം കാണില്ല. കാര്യം റിസൾട്ട് കിട്ടില്ല. കാര്യം അവിടെ ഒന്നും ഇല്ല. അപ്പം അവരതനുസരിച്ച് വെൽ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. പിന്നെ ഇങ്ങനെ പ്രിപ്പയർഡ് ആയിട്ടുള്ള ഇരിക്കുന്ന സമയത്ത്
ഇങ്ങനെയുള്ള സർജിക്കൽ സ്ട്രൈക്ക് ഇംപ്രാക്ടിക്കലാണ്. അത് ഒരു നല്ലൊരു രീതിയല്ല പോകുന്നത്. പിന്നെ അതിനാണ് യെസ്റ്റർഡേ പ്രൈം മിനിസ്റ്ററിന്റെ മീറ്റിംഗിൽ ഫോഴ്സിന് ഫുൾ സേ കൊടുത്തിരിക്കുകയാണ്, ഫുൾ പവർ കൊടുത്തിരിക്കുകയാണ്. They can identify target, they can decide what time they want to move, what target they should attack and how to go, eventualities എന്താണ് എന്നുള്ള രീതിയിൽ. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തിരിക്കും. പക്ഷെ എവിടെ എങ്ങനെ എന്നുള്ളത് നമുക്കത് പറയാൻ പറ്റില്ല, ഒരു കാരണവശാലും പറയാൻ പറ്റില്ല. ഈവൻ ദ പ്രൈം മിനിസ്റ്റർ ഓൾസോ ഡസ് നോ ഈവൻ നൗ. അത് ചെയ്യത്തില്ല. ഇപ്പം ബൈ ചാൻസിൽ അറ്റാക്ക് ഉണ്ടെങ്കിൽ പോലും ഒരു 1 hour 15 minutes അല്ലെങ്കിൽ 25 minutes മുമ്പ് മാത്രമാണ് ഈവൻ സെക്യൂരിറ്റി അഡ്വൈസർക്കും അല്ലെ PMO ഓഫീസിലേക്കും ഒക്കെ കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ നമ്മൾ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ചില സമയത്തൊക്കെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും പറയുന്നത് ഞങ്ങളത് ചെയ്തു കഴിഞ്ഞു, മിഷൻ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞൊരു സർപ്രൈസ് നോട്ടീസ് കൊടുക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അത് എങ്ങനെയെന്നുള്ളത് നടക്കുന്നില്ല. പിന്നെ ഇപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയ ആണെങ്കിലും 2 രാജ്യങ്ങളിലാണെങ്കിലും ഒരു വാറിന്റെ വേറൊരു സ്റ്റൈലാണ്. എന്താണ് പ്രൊപഗണ്ട വാർ എന്ന് പറയുന്നത്. പ്രൈം മിനിസ്റ്റർ ഇല്ല, അല്ലെങ്കിൽ ഇതില്ല, എന്താ പറയുക, ആർമി ചീഫ് ഇല്ല, അങ്ങോട്ട് പോയി ഇങ്ങോട്ട്, ഇതെല്ലാം പ്രൊപഗണ്ടയാണ്. ദാറ്റ് ഈസ് ഓൾസോ എ സൈഡ് ആയിട്ടുള്ള ഒരു ബാറ്റിലിന്റെ മോഡേൺ വാർഫെയറിന്റെ ഒരു ഇതാണ്. അതായത് എനിമിയെ നിർവീര്യമാക്കാൻ അവർ സൈക്കോളജിക്കൽ വാർഫെയർ നടത്തുക എന്നുള്ളതാണ്. അതാണ് പ്രൊപഗണ്ട വാർ. അത് വളരെയധികം ആക്റ്റീവാണ് ഇപ്പം ഈ സെക്ടറിൽ, ഈ ഇന്ത്യ അല്ലെങ്കിൽ ടെററിസ്ഥാൻ ഈ 2 രാജ്യങ്ങളിലും കൂടി നടക്കുന്നത്. വേൾഡ് കമ്മ്യൂണിറ്റി, പബ്ലിക് ഒപ്പീനിയൻ അവർ അങ്ങനെ ചെയ്യും, ഇവരിങ്ങനെ ചെയ്യും. പ്രൊപഗണ്ട വാർ ഹൈ പീക്കിലാണ്. അപ്പം തീർച്ചയായിട്ടും ഇത് മൊബിലൈസ് ചെയ്തിരിക്കുകയാണ് ട്രൂപ്സിനെ. അതുപോലെ തന്നെ ഏത് സമയത്ത് വേണമെങ്കിലും എന്ത് സംഭവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് കിട്ടാൻ പോകുന്ന ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ഹിറ്റ് ചെയ്തു എന്നുള്ള ഒരു ബ്രേക്കിംഗ് ന്യൂസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.